ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് കടക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ടു ചെക്ക് വിത്തിൻ ദ സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടാണ്. അപ്പം ഇവിടെ കുറച്ച് ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് ഇപ്പം നമ്മുടെ കയ്യിലൊരു സ്ട്രിംഗ് ഉണ്ട്. അപ്പം ഞാൻ A1 ഇസ് ഈക്വൽ ടു പൈത്തൺ ഇസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ഇപ്പം ഈ ഒരു സ്ട്രിംഗ് പൈത്തണിൽ തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സ്റ്റാർട്ട്സ് വിത്ത് എന്നുള്ള ഫംഗ്ഷൻ. അപ്പം അതിന് നമ്മൾ സ്ട്രിംഗിന്റെ ഒബ്ജക്റ്റ് കൊടുക്കുക ഡോട്ട് സ്റ്റാർട്ട്സ് വിത്ത് ഫംഗ്ഷൻ കൊടുക്കുക. എന്നിട്ട് അത് പൈത്തണിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അത് പൈത്തണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറഞ്ഞിട്ട് ആൻസർ തരും. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് അതിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫോൾസ് ആൻസർ തരും. അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷനാണ് എൻഡ്സ് വിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. അതായത് ഇതിപ്പം എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് എൻഡ്സ് വിത്ത്. അപ്പം ഇതിൽ എനിക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം അത് ഏജ് എന്ന് പറയുന്ന ഈ ഒരു സബ്സ്ട്രിംഗിലാണോ അത് അവസാനിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ട്രിംഗിലാണ് അത് അവസാനിക്കുന്നതെങ്കിൽ എനിക്കത് ട്രൂ എന്ന് പറഞ്ഞിട്ട് ആൻസർ. അപ്പം ഇതാണ് സ്റ്റാർട്ട്സ് വിത്ത് എൻഡ്സ് വിത്ത് എന്നുള്ള ഫംഗ്ഷൻ. ഇനി അടുത്തത് ഇതിൽ ചെക്ക് ചെയ്യാനുള്ളത് ഇപ്പം എൻ്റെ ഒരു സ്ട്രിംഗ് എല്ലാ ലെറ്റേഴ്സും ലോവർ കേസിലാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ലോവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ലോവർ കേസിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ട്രൂ തരും. ഇനിയിപ്പം ഞാൻ ഇതിൽ എന്തെങ്കിലും ഒന്ന് അപ്പർ കേസിൽ കൊടുക്കണം. ഓക്കെ, ഞാനിത് എക്സിക്യൂട്ട് ചെയ്തു. ചിലപ്പോൾ ഒരു അപ്പർ കേസ് ലെറ്റർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ലോവറിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിപ്പോൾ ഫോൾസ് ആൻസർ തരും. അപ്പോൾ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷനാണ് ഈസ് അപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. അപ്പം ഞാനിതിൽ വെച്ചിരിക്കുന്ന എല്ലാതും അപ്പർ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഈസ് അപ്പർ എനിക്കത് ട്രൂ ആൻസർ തരും. അല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഫോൾസ് ആൻസർ തരും. ഇനി അടുത്തത് വേറൊരെണ്ണം ഈ ടൈറ്റിൽ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പം അതിൽ നമ്മൾ ടൈറ്റിൽ കേസിലാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അത് ഞാൻ A2 എന്ന് പറഞ്ഞൊരു സ്ട്രിംഗ് എടുക്കുകയാണ്. അതിൽ ഞാനിപ്പം ടൈറ്റിൽ കേസിൽ കൊടുക്കുകയാണ്. അപ്പോൾ ടൈറ്റിൽ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വേർഡ്സിന്റെ തുടക്കത്തിലും അത് അപ്പർ കേസിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതാണ് ടൈറ്റിൽ കേസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രൂ ആൻസർ തരും. ഞാൻ A1 പോയിട്ട് ഈ ടൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഫോൾസ് ആൻസർ തരും. കാരണം അതിലോ എല്ലാതും ലോവർ കേസിലാണ് എടുക്കുന്നത്. അപ്പം ഇതാണ് ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നത്. ഇതിൽ ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഇതെങ്കിൽ ഫോൾസ് ആൻസർ തരും. ഇനി അടുത്തത് നമുക്ക് ഈ ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അത് വരുന്നത് ഇപ്പം എൻ്റെ ഒരു സ്ട്രിംഗ് എന്ന് പറയുന്നതിൽ എല്ലാതും നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ട്രൂ തരും. ഇതിൽ എന്തെങ്കിലും ലെറ്റേഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഫോൾസ് ആൻസർ തരും. ഈ അടുത്തത് ഞാനിതിൽ ഈസ് ന്യൂമറിക് എന്നുള്ളൊരു ഫംഗ്ഷനാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഈസ് ന്യൂമറിക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ന്യൂമറിക് ആണ് എന്നുണ്ടെങ്കിൽ എനിക്കത് ട്രൂ തരും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കത് ഫോൾസ് തരും. ഇനി ഞാനിതിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈസ് ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ്. അതായത് ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു സ്ട്രിംഗിൽ എല്ലാതും ആൽഫബറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ എനിക്കത് ട്രൂ തരും. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു A3 വന്നിട്ട് ഈസ് ആൽഫ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഫോൾസ് ആയിരിക്കും തരുന്നുണ്ടാവുക. കാരണം അതിലെല്ലാതും വന്നിരിക്കുന്നത് എന്താണ് ന്യൂമറിക്, അതായത് നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കത് ഫോൾസ് തരും. പിന്നെ എനിക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ഈസ് ആൽനം എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ എൻ്റെ A3 കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്, കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആൽഫബറ്റ് നമ്പേഴ്സ് ഒക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ആൽനം എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഈസ് ഐഡന്റിഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ്. നമ്മൾ ഐഡന്റിഫയേഴ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ പേരൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ഐഡന്റിഫയർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് A3 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഐഡന്റിഫയർ അല്ല. കാരണം നമുക്ക് എന്താ ഒബ്ജക്റ്റ് ഒന്നും നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ആദ്യത്തെ തുടക്കത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒബ്ജക്ട്സ് ഒന്നും ഇതിനൊക്കെ പേരുകൾ കൊടുക്കുന്ന സമയത്ത് അതൊന്നും നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ നമ്മൾ നമ്പറിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ നമ്പർ കളഞ്ഞു, ഇനി ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ട്രൂ തരും. കാരണം നമുക്ക് സ്ട്രിംഗ് ഫുൾ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ഈസ് ഐഡന്റിഫയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ന്. അപ്പം നമുക്ക് ഇത്രയാണ് ടു ചെക്ക് വിത്തിൻ ദ സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് കുറച്ച് സ്ട്രിംഗ് മെത്തേഡ്സ് ആണ്. അപ്പം സ്ട്രിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഇതിൽ A1 എന്ന് പറയുന്ന എൻ്റെ സ്ട്രിംഗ് എടുക്കാണ്. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. അപ്പം ഫസ്റ്റ് എനിക്ക് ഇതിൽ ചെക്ക് ചെയ്യാനുള്ളത് കൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ഇതിൽ P എന്ന് പറയുന്നത് ഇതിൽ എത്ര തവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഞാനിതിൽ ഒന്നും കൂടി A1 എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കൗണ്ട് മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ A1 ഡോട്ട് കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എൻ്റെ സബ്സ്ട്രിംഗ് P ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ P എന്നുള്ളത് എനിക്ക് എത്ര വട്ടം ഈ ഒരു സ്ട്രിംഗിൽ വന്നിട്ടുണ്ടെന്നുള്ള അറിയണം. അപ്പോൾ ഇതിൽ 2 വട്ടമാണ് വന്നിട്ടുള്ളത്. P ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കൗണ്ട് ചെയ്ത് എടുത്ത് തരും. അതിന് വേണ്ടിയിട്ടാണ് കൗണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഏതെങ്കിലും ഒരു സബ്സ്ട്രിംഗിന്റെ ഇൻഡെക്സ് അറിയണമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫൈൻഡ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പം ഫൈൻഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് അതിൻ്റെ ഇൻഡെക്സ് എന്താണോ അത് എനിക്ക് എടുത്തു തരും. ഇതിൽ എനിക്കിപ്പം ഇപ്പം ഫസ്റ്റത്തെ പൈത്തന്റെ Pന്റെ ഒരു ഇൻഡെക്സ് ആണ് എടുത്ത് തന്നിട്ടുള്ളത്. പക്ഷെ എനിക്കിതിൽ ബിഗിനിങ് ആൻഡ് എൻഡിന്റെ ഒരു ഇത് കൊടുക്കാനായിട്ട് പറ്റും, അതായത് ഇൻഡെക്സ് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പം എനിക്ക് ഈസ് തൊട്ടുള്ള ഈസിന് ശേഷമുള്ള P വരുന്നതിന്റെ ഇൻഡെക്സ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈസിന്റെ തുടക്കം ഇപ്പോൾ പൈത്തൺ കഴിഞ്ഞിട്ട് 0 1 2 3 4 5 6
7, 8 8ലാണ് വരുന്നത്. അപ്പം ഞാനിവിടെ തുറക്കാം എനിക്ക് 9 തൊട്ടുള്ള ഇൻഡെക്സ് ചെക്ക് ചെയ്താൽ മതി. അതിന് ശേഷമുള്ള ഇൻഡെക്സ് ചെക്ക് ചെയ്താൽ മതി. അപ്പം ഞാനിത് ലാസ്റ്റ് വരെ ഒരു 20 വരെയുള്ള ഭാഗം കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാനതിൽ പി എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 12th ഇൻഡെക്സ് പൊസിഷനിൽ പി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് പറഞ്ഞുതരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫൈൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫൈൻഡിന്റെ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഇത് നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ കിട്ടാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫംഗ്ഷനാണ് len എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് നമ്മൾ ഏവൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എത്ര ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് അതിന്റെ സ്പേസ് അടക്കം നമുക്കത് നമ്പർ ചെയ്തിട്ട് തരും. ഇനി അതുപോലെ നമുക്ക് ഇതിൽ മാക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ നമ്പേഴ്സിൽ മാക്സ് അല്ലെങ്കിൽ ലിസ്റ്റിലൊക്കെ മാക്സ് ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം വരുന്ന നമ്പറാണ് എടുത്ത് തരാം. പക്ഷേ ഇതിൽ മാക്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ എടുക്കുന്ന XYZ ആ ഒരു ഭാഗത്ത് വരുന്ന മാക്സ് ആയിട്ട് വരുന്ന ലെറ്റർ ആണ് തരുന്നുണ്ടാവുക. അതുപോലെ നമുക്ക് ഇതിൽ മിൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ മിൻ ഉപയോഗിക്കുന്ന സമയത്ത് സ്പേസ് ആണ് അത് മിനിമം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്ത് തരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൽ സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതുപോലെ നമുക്കിതിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ നമുക്കിതിൽ ആർ ഇൻഡെക്സ് ആർ ഫൈൻഡും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിതിൽ നേരത്തെ ഇപ്പം നമ്മൾ വെറുതെ ഇൻഡെക്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തെ ഇൻഡെക്സ് ആയിരിക്കും എടുത്ത് തരുന്നുണ്ടാവുക. ഞാൻ അതിൽ ആർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കത് റിവേഴ്സ് ചെയ്യുന്നത് അതായത് ബാക്ക് ചെയ്യുന്നുള്ള പീൻ്റെ വാല്യൂ ആയിരിക്കും എടുത്ത് തരുന്നുണ്ടാവുക. അതായത് ഇത് ബാക്കിൽ നിന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ സ്ട്രിങ്ങിന്റെ ബാക്കിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് ആദ്യം എവിടെയാണോ പി വരുന്നത് അതിന്റെ ഇൻഡെക്സ് എടുത്ത് തരും. ഇപ്പോൾ നമുക്ക് ഫൈൻഡ് എന്ന് പറഞ്ഞുള്ള മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആർ ഫൈൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാ ഫൈൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ പീൻ്റെ അതായത് ഇത് തുടക്കത്തിലുള്ള പീൻ്റെ ഇൻഡെക്സ് ആയിരിക്കും എടുത്ത് തരുന്നുണ്ടാവുക. നമ്മൾ 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന പീൻ്റെ അതായത് ലാസ്റ്റിൽ എവിടെ നിന്നാണോ ആദ്യം പേ വരുന്നത് അതിന്റെ ഇൻഡെക്സ് അത് എടുത്ത് തരും. അപ്പം എനിക്ക് ID എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ A1 കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് A1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിന് ഒരു ID ഇത് ക്രിയേറ്റ് ചെയ്ത് തരും. A1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിന്റെ ID ആണ് കിടക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഡീകോഡ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രിങ്ങിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പം ഇത് ID ജനറേഷൻ വേണ്ടിയിട്ടാണ് സ്ട്രിങ് കൊടുത്തിട്ട് ID ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ID എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇനി അടുത്ത നമ്മൾ ഇതിലാണ് നമ്മുടെ സ്ട്രിങ് മെത്തേഡ്സിൽ വരുന്നത്. അടുത്ത നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആൻഡ് സ്ട്രിങ് ആണ് നോക്കുന്നത്. നമുക്ക് 2 ഓപ്പറേറ്റേഴ്സ് ആണ് നോക്കാനുള്ളത്. ഒന്ന് കൺകാറ്റിനേഷൻ പിന്നെ ഒന്ന് റിപ്പീറ്റേഷൻ. അപ്പം ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം എൻ്റെ കയ്യിൽ A1 എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം വേറൊരു പേര് കൊടുക്കാം. A2 എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പൈത്തൺ ഉണ്ട്. അതുപോലെ A3 എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിംഗും ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ A1 + A2 ചെയ്യുന്ന സമയത്ത് എനിക്കത് കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞുതരും. എനിക്ക് ഇതിൻ്റെ ഇടയിൽ സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പ്ലസും കൂടി ആഡ് ചെയ്തിട്ട് ഇതിലൊരു സ്പേസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് അതിൽ സ്പേസും കൂടി ആഡ് ചെയ്തിട്ട് തരും. ഇതാണ് നമ്മുടെ കൺകാറ്റിനേഷൻ മെത്തേഡ് വരുന്നത്. നമ്മുടെ അഡീഷൻ്റെ ഓപ്പറേറ്റർ നമ്മൾ സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ മറ്റൊരു ഡാറ്റ സ്ട്രക്ചേഴ്സിൽ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ് യൂസ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ഇതിൽ റിപ്പീറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ A2 സ്റ്റാർ 3 ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ എന്ന് പറയുന്നത് അത് 3 വട്ടം റിപ്പീറ്റ് ആയിട്ട് വരും. ഇതാണ് റിപ്പീറ്റേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് സ്ട്രിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് വരുന്നത്. ഇനി അടുത്തത് പൈത്തണിൽ തന്നെ സ്ട്രിങ്ങിൽ വരുന്ന കുറച്ച് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് നോക്കാനുള്ളത്. അപ്പം ഇതിൽ ഫസ്റ്റ് നമുക്ക് A1 എന്ന് പറയുന്ന സ്ട്രിങ് എടുക്കാം. നമുക്ക് A1 എന്ന് പറയുന്ന സ്ട്രിങ്ങിന് നമുക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റലൈസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഞാൻ A1 ഡോട്ട് ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ A1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാം തുടക്കത്തിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആക്കി തരും. എൻ്റെ സ്മോൾ ലെറ്ററിലായിരുന്നു അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കി തരും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സെന്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ സെന്റർ ഫംഗ്ഷൻ നോക്കാനായിട്ട് ഞാനിവിടെ A4 എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് ഒരു പൈത്തൺ എന്ന് പറഞ്ഞ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാണ്, സിംഗിൾ സ്ട്രിങ്. എന്നിട്ട് ഞാൻ അതിനെ സെന്റർ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. ഞാൻ അതിൽ A4 ഡോട്ട് സെന്റർ എന്ന് പറഞ്ഞിട്ട് എന്നെ സെന്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 30 കൊടുക്കുകയാണ്. എനിക്ക് എൻ്റെ ഉള്ള ഫിൽ ക്യാറ്റർ ഞാൻ സ്റ്റാർ കൊടുക്കുകയാണ്. ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പൈത്തനെ സെന്റർ ആക്കിയിട്ട് ആ ഒരു 30 വിട്ടിൽ ബാക്കി ഫിൽ ക്യാറ്റർ. അപ്പോൾ ഞാനിവിടെ സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ് ആയിട്ട് ഫിൽ ചെയ്ത് വരും. ഞാനിതിൽ സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസ് ആയിരിക്കും ഫിൽ ചെയ്ത് വരുന്നുണ്ടാവും. ഇങ്ങനെ എനിക്ക് സെന്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് സെന്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നത്. ഇനി ലോവർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. അതിൽ ഞാനിവിടെ A4 ക്യാപിറ്റലിൽ ഞാൻ പൈത്തൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എനിക്കിത് ലോവർ ലെറ്ററിൽ ആക്കണമെന്നുണ്ടെങ്കിൽ A4 ഡോട്ട് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ലോവർ കേസിലേക്ക് ആക്കി തരും. അപ്പോൾ എൻ്റെ A1 എടുത്തിട്ട് അപ്പർ കേസിലാക്കണം എന്നുണ്ടെങ്കിൽ A1 ഡോട്ട് അപ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കത് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് തരും. അപ്പം ഇതാണ് ലോവർ ആൻഡ് അപ്പർ വരുന്നത്. ഇനി അടുത്തത് സബ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. സബ് കേസ് ഫംഗ്ഷൻ വരുന്നത് ഇതിൽ നമ്മൾ എൻ്റെ കയ്യിൽ A5 എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്ററിലും ഉണ്ട് സ്മോൾ ലെറ്ററിലും ഉണ്ട്. അപ്പോൾ ഞാൻ പൈത്തൺ ബാക്കി O എന്ന് പറയുന്നത് ക്യാപിറ്റൽ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് സ്വാപ്പ് കേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A5 ഡോട്ട് സ്വാപ്പ് കേസ് എന്നുള്ള ഫംഗ്ഷൻ ആണ് ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ ഉള്ളത് സ്മോൾ ലെറ്ററിലും സ്മോൾ ലെറ്റർ ഉള്ളത് ക്യാപിറ്റൽ ലെറ്ററിലും കൺവേർട്ട് ചെയ്തിട്ട് തരും. അതാണ് സബ് കേസ് വരുന്നത്. ഇനി അടുത്തത് എനിക്ക് A1 എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ്ങിനെ എടുത്തിട്ട് ഞാൻ ടൈറ്റിൽ ചെയ്യാൻ പോവാണ്. ടൈറ്റിൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓരോ വേർഡ്സിൻ്റെയും തുടക്കത്തിൽ വന്നിട്ട് ഉള്ള ലെറ്ററിന് അതെനിക്ക് ടൈറ്റിൽ കേസിലാക്കിയിട്ട് അതായത് ക്യാപിറ്റൽ കേസിലാക്കിയിട്ട് തരും. അപ്പം ഇതിൽ പൈത്തൺ P ക്യാപിറ്റലായി ഈസ് ക്യാപിറ്റലായി A ക്യാപിറ്റലായി P ക്യാപിറ്റലായി അങ്ങനെ ഓരോന്നിനും ക്യാപിറ്റലാക്കി തരും. ഇതാണ് ടൈറ്റിൽ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു ഇതിനെയാണ് നമ്മൾ ടൈറ്റിൽ കേസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് എനിക്കിപ്പം റീപ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പം അതിന് നമുക്ക് റീപ്ലേസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ A1 ഡോട്ട് റീപ്ലേസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിൽ പൈത്തൺ പകരം ഞാനിപ്പോൾ ജാവ ഉപയോഗിക്കുകയാണ്. ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാവ ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് വരും. പൈത്തൺ എനിക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് റീപ്ലേസ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് എനിക്ക് ഈ A1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ എടുത്തിട്ട് അല്ലെങ്കിൽ ഈ സ്ട്രിങ്ങിനെ എടുത്ത് ടപ്പിളാക്കി മാറ്റണം എന്ന് വിചാരിക്കാം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പാർട്ടീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾ A1 ഡോട്ട് പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാനിവിടെ
സ്പേസിനെ, അതായത് ഇടയിൽ വരുന്ന സ്പേസിനെ ബേസ് ചെയ്തിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറയാണ്. അപ്പം ആദ്യത്തെ സ്പേസിനെ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതെനിക്കൊരു 3 എലമെന്റിന്റെ പാർട്ടീഷൻ ആയിട്ട് ചെയ്തു തരും. ഇപ്പൊ ഞാൻ ഇതിനെ ആർ പാർട്ടീഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സിൽ വരുന്ന ആദ്യത്തെ സ്പേസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് 3 എലമെന്റ് ആയിട്ട് എനിക്കത് ഒരു ടപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ഇതാണ് പാർട്ടീഷൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പം എനിക്കിതിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതൊരു ലിസ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ആയിട്ട് തരും. അതുപോലെ തന്നെ ഞാനിത് ആർ സ്പ്ലിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ എനിക്കിത് റിവേഴ്സിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ആക്കിയിട്ട് തരും. ഓക്കെ, ഇപ്പൊ ഇതാണ് ആർ സ്പ്ലിറ്റ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പം ഇതിൽ സ്പേസ് ആർ സ്പ്ലിറ്റിൽ തന്നെ നമ്മൾ സ്പേസിന് പകരം പി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിതിൽ പി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പീനെ ബേസ് ചെയ്തിട്ടായിരിക്കും എനിക്കത് സ്പ്ലിറ്റ് ചെയ്ത് തരുന്നുണ്ടാവുക. കണ്ടോ, പി എലമെന്റ് വരുന്നുണ്ടാവില്ല, പക്ഷേ പീനെ ബേസ് ചെയ്തിട്ടായിരിക്കും, റിവേഴ്സിലുള്ള പീനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഞാൻ എന്താ ഡയറക്റ്റ് സ്പ്ലിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന എലമെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് സ്പ്ലിറ്റും ആർ സ്പ്ലിറ്റും വരുന്നത്. അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് ആണ് നമുക്ക് സ്ട്രിംഗിൽ വരുന്നത്. അപ്പം ഈ ഒരു പോർഷൻ, സ്ട്രിംഗിന്റെ പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഞാൻ ഈ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.